الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: قسمت الصلاة بيني وبين عبدي إذا قال الحمد لله رب العالمين. قال الله تعالى: حمدني ربي، إلى آخر الحديث. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മുതഅല്ലിമുകൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനൊരു ഹദീസ് ഓർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇശാ നിസ്കാരത്തിന് വരാൻ താമസിച്ചു മദീനത്തെ പള്ളിയിൽ. അപ്പൊ സഹാബത്ത് കാത്ത് കാത്ത് ഇങ്ങനെ എല്ലാവരും ഉറങ്ങി തല അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് വരുന്നത്. അവിടുന്ന് പറഞ്ഞു: ഈ സമയത്ത് നിങ്ങളല്ലാതെ ഉറങ്ങാത്ത ആരുമില്ല, എല്ലാവരും ഉറങ്ങിപ്പോയി, നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉറങ്ങാതായി ഉള്ളത് എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞതുപോലെ എല്ലാവരും വഅളൊക്കെ അവസാനിപ്പിച്ച് 10 മണിയോടുകൂടി പ്രസംഗങ്ങളും വഅളുകളും ഒക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന സമയമായി. ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ മഗ്‌രിബിന്റെ ശേഷം ഇന്ന് 3ാമത്തെ പ്രസംഗമാണ്. പകല് വേറെയുണ്ട്. ഇന്നലെ രാത്രി സാഗറിൽ നിന്ന് 300 കിലോമീറ്റർ കാറിൽ ഓടിയിട്ട് രാവിലെ മംഗലാപുരത്ത് എത്തിയതാണ്. ഇപ്പോൾ എനിക്ക് ട്രെയിനിന് പോകണം. രാവിലെ സുബഹി നിസ്കരിച്ച ഉടനെ സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ വന്ന് കാരണം നമ്മുടെ പ്രവർത്തകന്മാരെ ആവേശം കെടുത്താതെ ഇരിക്കണമെന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നിങ്ങൾ കാത്തിരുന്നതും ഞാൻ വന്നതും സംസാരിക്കുന്നതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. സഹാബത്ത് ഒരിക്കൽ ചോദിച്ചു,
ഹബീബായ നബിയെ അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധാനത്തിൽ വരാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ബന്ധപ്പെടാനും സാധിക്കുന്നു. അവിടുത്തെ സദസ്സിലേക്ക് വന്നാൽ ഞങ്ങളെ ഈമാൻ വർദ്ധിക്കുന്നു, തഖ്വ വർദ്ധിക്കുന്നു, ഖൗഫ് വർദ്ധിക്കുന്നു. അവിടുന്ന് വഫാത്തായി പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആരാണ് ഉള്ളത്? ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ, അങ്ങയുമായി ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ സമയം സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. വതുഅറദു അലയ്യ അഅമാലുക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. വഇൻ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഖൈറാണ് എങ്കിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വഇൻ വജദ്തു ഗൈറ ദാലിക. എന്നെ മഹബത്ത് വെക്കുന്ന ആളിൽ നിന്ന് ഖൈറല്ലാത്ത വല്ല കാര്യങ്ങളും നടന്നു പോയാൽ അതിന് ഞാൻ എത്തിച്ചാൽ ഇസ്തഗ്ഫർതുല്ലാഹ, അല്ലാഹുവിനോട് ഞാൻ പൊറുക്കൽ ചോദിക്കുകയും ചെയ്യും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അമലുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നാം ചെയ്യുന്നതും പറയുന്നതും പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തും അവിടത്തേക്ക് വെളിവാക്കപ്പെടുകയും അവിടുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. എത്രത്തോളം അറിയുന്നത് ഹയാത്ത് കാലത്ത് ആവശ്യമുള്ളത് സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നത് പോലെ വഫാത്തിന്റെ ശേഷവും വന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങൾക്കൊക്കെ അറിയാം. جاء رجل إلى قبر النبي صلى الله عليه وسلم فقال استسقي لأمتك يا رسول الله فإنهم قد هلكوا. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിന്റെ അടുക്കൽ ഒരാള് വന്നിട്ട് അദ്ദേഹം പറയുന്നു, ജനങ്ങളൊക്കെ വിഷമത്തിലാണ് നബിയെ, മഴയില്ലാതെ വെള്ളമില്ലാതെ ധാരാളം വിഷമത്തിലാണ്. അതുകൊണ്ട് ഇസ്തസ്ഖി ഉമ്മത്തിക, തങ്ങളെ ഉമ്മത്തിന് വെള്ളം വേണം, വെള്ളം തരാൻ അല്ലാഹുവിനോട് പറയണം, ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കണം. ഹയാത്ത് കാലത്ത് പറയുന്നത് പോലെ തന്നെ വഫാത്തിന്റെ ശേഷവും അവിടുത്തെ അടുക്കൽ ചെന്ന് പറയുകയാണ്. അങ്ങനെ ഈ വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ഇക്കാര്യം പറഞ്ഞു തിരിച്ചു പോന്നു. രാത്രിയായി അദ്ദേഹം ഉറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യക്ഷപ്പെടുകയാണ്, കാണുകയാണ്, റസൂലുള്ളാഹിനെ കാണുകയാണ്. ഈ ആൾ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാൽ പിന്നെ വേറൊരു ശൈത്താന്റെ ഖുർആനൊന്നും അങ്ങനെ വരാൻ പറ്റൂല. അതുകൊണ്ട് റസൂലുള്ള തന്നെയാണ് എന്ന് ഉറപ്പായി. അല്ലാഹുവിന്റെ റസൂല് ഈ വ്യക്തിയോട് പറയുന്നു, എന്താണ്? ഉമർ ഇബ്നു ഖത്താബിന്റെ മരണകാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഉമർ ഇബ്നു ഖത്താബിന്റെ അടുക്കൽ പോകണം. അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ ഉമറിന്റെ അടുക്കൽ പോകണം. ഫഖറഉഹു മിന്നി സലാം, എന്നിട്ട് എന്റെ ഒരു സലാം ഉമർ ഇബ്നു ഖത്താബിന് പറയണം.
ഫഖുൽ ലഹു അൽ കൈസ് അൽ കൈസ്, സമാധാനം വേണം, സമാധാനം പാലിക്കണം ഉമറേ എന്നും പറയണം. മാന്യ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കൂ, ഹയാത്ത് കാലത്ത് ഇവിടെ ജനങ്ങളെ നിയന്ത്രിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂല് നിയന്ത്രിക്കുകയാണ്. എന്താണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവിടുന്ന് മഴ ചോദിച്ച വ്യക്തി, ആ വ്യക്തിയെ ശബ്ദത്തിൽ കണ്ടിട്ട് പറയുന്നു, ബശ്ശിർഹും യുസ്ഖൗൻ, ജനങ്ങൾക്ക് വെള്ളം കിട്ടും, അടുത്ത് തന്നെ മഴ പെയ്യും എന്ന് പറഞ്ഞേക്കണം, സന്തോഷ വാർത്ത അറിയിക്കണം കേട്ടോ. മഴ പെയ്യും, നിങ്ങൾ പേടിക്കണ്ട എന്ന സന്തോഷ വാർത്ത അറിയിക്കണം. രണ്ടാമതായി ഉമർ ഇബ്നു ഖത്താബിന്റെ അടുക്കൽ പോയിട്ട് പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഒന്ന് മഴ കിട്ടുമെന്ന് പറയണം, മറ്റൊരു കാര്യം ഫഖ്റഉഹു മിന്നി സലാം, എന്റെ സലാം ഉമർ ഇബ്നു ഖത്താബിന് പറയണം. ആരുടെ ആരുടെ ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം ഉമർ ഇബ്നു ഖത്താബിന് പറയാൻ ഏൽപ്പിക്കുകയാണ്. അവർക്ക് വെള്ളം കിട്ടുമെന്നും ഉമർ ഇബ്നു ഖത്താബിനോട് പറയണം. ജനങ്ങൾക്ക് മഴ ഇപ്പൊ കിട്ടും. പിന്നെ നോക്ക്, വഖുൽ ലഹു, ഉമർ ഇബ്നു ഖത്താബിനോട് പറയണം, അൽ കൈസ് അൽ കൈസ്, ഓ ഉമറേ, ഭരണം അത്ര കടുപ്പം കൂട്ടണ്ട, സാധുക്കളായ ജനങ്ങളോട് ഒരല്പം സമാധാനം കാണിക്കണം ഉമറേ, നിന്റെ ഭരണം കുറച്ച് കടുപ്പമായി പോകുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ട സമയത്ത് കരഞ്ഞുപോയി, സന്തോഷം കൊണ്ട് കരയുന്നു. എന്റെ ഹയാത്ത് കാലത്ത് എന്നെ നിയന്ത്രിച്ചതുപോലെ, റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് എന്നെ നിയന്ത്രിച്ചതുപോലെ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും എന്നെ നിയന്ത്രിക്കുന്നു, എനിക്ക് നിർദ്ദേശം നൽകുന്നു. ഇത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണെന്ന് കരുതി അതാ സന്തോഷിക്കുകയും സന്തോഷത്തിന്റെ പേരിൽ കരയുകയും ചെയ്യുന്നു. എന്നെ കഴിവിന്റെ പരമാവധി അങ്ങയുടെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മാന്യ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയാണ് ഇത് എങ്കിൽ, ഇതുപോലെ ഇല്ലെങ്കിലും അവിടുത്തെ മുഅ്ജിസത്ത് എന്ന നിലക്ക് നടക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കൾക്ക് കറാമത്ത് എന്ന നിലക്ക് നടക്കണം. ഏറ്റവും എളിയവനായ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഔലിയാക്കളിൽ നിന്ന് ലഭിച്ചു. ഞാനും ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവറുകളും ഈജിപ്തിൽ സമ്മേളനത്തിന് പോയി. ആ സമ്മേളനത്തിന്റെ ഇടയിൽ ഞങ്ങൾ സിയാറത്തിന് പോയി പല സ്ഥലത്ത്. അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തു. ഇസ്കന്ദരിയയിൽ പോയി. അവിടുത്തെ അടുത്ത് തന്നെയാണ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ഉള്ളത്. അവരെയും സിയാറത്ത് ചെയ്തു. അങ്ങനെ ഷെയ്ഖ് ഇബ്രാഹിം അദ്ദസൂഖി തങ്ങളെ സിയാറത്ത് ചെയ്തു. സയ്യിദ് അഹ്മദുൽ ബദവി